ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ കുറച്ചു നേരം മുമ്പ് ഏഷ്യാനെറ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മുട്ടം പണി വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഒരു പുതിയ പ്രൊമോ വീഡിയോ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന മോഡലിൽ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. നല്ലൊരു കിടിലം പ്രൊമോ ആണ്. ഞാൻ ഒരു പ്രാവശ്യം പ്രൊമോ ഫുള്ള് കണ്ടു. നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി കാണാം. വീഡിയോ ഇവിടെ ഫുള്ള് പ്ലേ ചെയ്യില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഓഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഓഡിയോ കേട്ടാൽ മതി. ലാലേട്ടന്റെ ഡയലോഗിൽ തന്നെ എല്ലാ സംഭവവും ഇരിപ്പുണ്ട്. 7ന്റെ പണി എന്ന് പറഞ്ഞിട്ടാണ് പ്രൊമോ വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ഒരു പ്രൊമോ ഒന്ന് കാണാം. രസിപ്പിക്കാൻ വരുന്നവർ വെറുപ്പിക്കരുത്. ഇനി ഞാനത് സമ്മതിക്കില്ല. വലിയ ഫാൻ ബോയ് സർ. പതപ്പിക്കല്ലേ, ഞാൻ പതപ്പിക്കും. തേച്ചു കുളിച്ച് കളിമാറ്റി കളത്തിലിറങ്ങ. ലൈൻ കട്ട്, ലൈൻ കട്ട്. അയ്യോ, എല്ലാരും കൂടെ കുണുവാവെ ഒറ്റപ്പെടുത്തുന്നോ? എന്തിനാ മോളൂ ഷോയുടെ ഉള്ളിൽ വേറൊരു ഷോ? വിക്ടിം കാർഡ് ഇറക്കല്ലേ, ചീട്ടയും കീറും. വിട്ടേക്ക് ലാലേട്ടാ, മോളും നല്ലൊരു സോളാ. നന്മ മരമേ, നിന്റെ അടവ് ഞാൻ എടുത്ത് അടുപ്പത്തിടും. കാണാ, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇറങ്ങി വാടാ സ്വരപ്പ. ഒളിച്ചിരുന്ന് വാഴയായിട്ട് ഷേപ്പ് കളിക്കുക, കൂമ്പിയാൻ തോരൻ വെക്കും. ജാഗ്രത. എന്തോന്നടേ ഇത്? ടാസ്ക് പ്രിപ്പറേഷൻ. ഇമാതിരി അങ്കനവാടി ടാസ്കുമായിട്ട് വന്ന കമ്മിറ്റിക്കും കിട്ടും പണി. ഞാൻ ഈ ഷേഫ് കളി എന്ന് പറഞ്ഞത് എല്ലാരെയും ഉദ്ദേശിച്ചാണ്. ഫേക്ക് കാർഡ്, സേഫ് കാർഡ്, ഷോപ്പിംഗ് കാർഡ്, നന്മ കാർഡ്, ഒളിക്കൽ കാർഡ്, പ്രിപ്പയർഡ് കാർഡ്, വിക്ടിം കാർഡ്. ഈ കാർഡുകളൊന്നും ഇനി ഈ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോ തരും ഞാൻ 7ന്റെ പണി. വീണ്ടും എന്നെ മഴയത്ത് നിർത്തല്ലേ, മുണ്ട് മടക്കി കുത്തിക്കല്ലേ. ബിഗ് ബോസ് സീസൺ 7 7ന്റെ പണി ഉടൻ വരുന്നു നമ്മുടെ ഏഷ്യാനെറ്റിലും. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഞാൻ ഇതുവരെയും 6 സീസണുകൾ കണ്ടതിൽ, അതിൽ 2 സീസണുകൾ റിവ്യൂ ചെയ്തതിൽ, ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടൊരു പ്രൊമോ. അതായത് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഒരു ഒരു ആക്ഷൻ സിനിമ കണ്ട് ഇറങ്ങിയ ഒരു ഫീൽ ആയിരുന്നു ഫസ്റ്റ് ടൈം ഇത് കണ്ടപ്പോ. ഫസ്റ്റ് ടൈം യൂട്യൂബിൽ ഈ പ്രൊമോ കൃത്യം 7 മണിക്ക് വന്നു. അപ്പൊ കയറി കണ്ടപ്പോ ഉണ്ടല്ലോ, ലാലേട്ടന്റെ ഒരു ആക്ഷൻ സിനിമ കണ്ട ഫീൽ ആയിരുന്നു. ഗൂസ് ബോംസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു ആദ്യം കണ്ടപ്പോ. നിങ്ങൾക്ക് ആദ്യം കാണുന്നവർക്ക് അങ്ങനെ തോന്നിക്കാണും, നിങ്ങളൊരു ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ, അതുപോലെ ഒരു ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയാ മതി. ഈ ഒരു പരിപാടി ലാലേട്ടൻ ഈ പറഞ്ഞ പോലുള്ള ഫേക്ക് കാർഡ്, ഡ്രാമ കാർഡ്, കരച്ചിൽ കാർഡ്, ഒറ്റപ്പെടൽ കാർഡ്, നന്മ കാർഡ്, ഈ കാർഡുകളൊക്കെ വലിച്ചു കീറി കളഞ്ഞ് നല്ലൊരു അടിപൊളി സീസൺ ആക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ, നമ്മുടെ ഇതുവരെയും കിട്ടിയതിൽ വെച്ച് എല്ലാ സീസണുകളുടെയും TRP റേറ്റിംഗ് കടത്തി വെട്ടുന്ന രീതിയിൽ ഒരു ഷോ ആവാനായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7 സാധിക്കും. എന്തൊക്കെയാണെങ്കിലും അടിപൊളി പ്രൊമോ, എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അപ്പുറം. ഇതുവരെയും ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നല്ല പ്രൊമോ കണ്ടില്ല എന്ന് ഒരുപാട് പേര് എല്ലാ വീഡിയോസിന്റെ അടിയിലും അഭിപ്രായങ്ങളായിട്ട് എത്താറുണ്ട്. അങ്ങനെ ഇരുന്നിരുന്ന് അടിപൊളി ഒരു പ്രൊമോ ഇപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ലാലേട്ടന്റെ ലുക്കും എല്ലാം ഓൾമോസ്റ്റ് അതിനകത്ത് വന്നിരിക്കുന്ന A to Z എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു പ്രൊമോയില് ലാലേട്ടൻ പറഞ്ഞ കാര്യം കൂടി ബിഗ് ബോസ് ഹൗസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതുവരെയും കണ്ടതിൽ ഏറ്റവും അടിപൊളിയായിട്ടൊരു സീസൺ ആയിട്ട് സീസൺ 7 മാറാൻ സാധിക്കും. ഇതൊക്കെ ബിഗ് ബോസിൽ നടക്കട്ടെ. ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂ ചെയ്യാനായിട്ട് ഞാനുണ്ടാവും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.